രോഗിക്ക് മാത്രമല്ല, രോഗമില്ലാത്തവർക്കും ഫുഡ് റെസ്ട്രിക്ഷൻ ആവശ്യമാണ്. കാരണം ഇന്നിപ്പോൾ കൊച്ചു പിള്ളേർ പോലും അല്ലേ, ഈവൻ വളരെ യങ് ഏജിൽ പോലും ഹാർട്ട് അറ്റാക്കും വന്ന് സഡൻ മരിക്കുന്നുണ്ട്. അതുപോലെ എന്തോരം കുട്ടികളാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ട് തൈറോയിഡും ആർത്രൈറ്റിസും പോലെയുള്ള കൊച്ചു കുട്ടികൾ, സ്കിൻ ഡിസീസ്, സോറിയാസിസ് ഒക്കെ കൊച്ചു കുട്ടികൾക്ക് പോലുമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡിൻ്റെ കൺട്രോളിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ആഘോഷങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ബേക്ക്ഡ് ഫുഡാണ്. അത് ഏറ്റവും നമ്മളെല്ലാം ബേക്കറി ഐറ്റംസ്, ഈ ബേക്ക്ഡ് ഫുഡുകളെല്ലാം തന്നെ കേക്കും ഒക്കെ ഉണ്ടാക്കുന്നത് മൈദ വെച്ചാ. ഈ മൈദ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും കേരള ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ട. പൊറോട്ട ഉണ്ടാക്കുന്നത് ഏറ്റവും ടേസ്റ്റിയാണ്. അതും മൈദയാണ്. മൈദയും യൂഷ്വലി ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റും മൈദയാണ് നമ്മുടെ എല്ലാ ബേക്ക്ഡ് ഐറ്റംസിൻ്റെയും ബേക്കറി ഐറ്റംസിൻ്റെയും ബേസ് ആയിട്ട് വരുന്നത്. പഫ്സ് മുതൽ ബിസ്ക്കറ്റ് എല്ലാം അതാണ് വരുന്നത്. പിന്നെ അതിനകത്ത് മധുരം ഉള്ളതിനാണ്, കേക്കിനാണെങ്കിൽ ഷുഗർ വേണം. ഷുഗർ, മൈദ, ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. പിന്നെ നമുക്ക് ശരിക്കും ഗീ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഗീ പോലും ബേക്കിങ്ങിന് അത്ര നല്ലതല്ല. പിന്നെ അത് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് കാരണം ഗീ വെച്ചൊന്നും ആരും തന്നെ കേക്ക് ഉണ്ടാക്കുന്നില്ല. പിന്നെ ഗീയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗീയുടെ ഫ്ലേവറാണോ അതോ ഇച്ചിരി വല്ല ഗീ ആഡ് ചെയ്യുമോ എന്നുള്ളത് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. യൂഷ്വലി എല്ലാ കേക്കും ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. ഈ 3 സാധനവും നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ദോഷമാണ്. പിന്നെ ഈ മൈദയ്ക്കകത്താണെങ്കിൽ അതിന് ബ്ലീച്ചിങ് ഏജൻസ് ഉണ്ട്. ക്ലോറിൻ ഡയോക്സൈഡ്, പിന്നെ ഇതെല്ലാം അങ്ങനെ പല ബ്ലീച്ചിങ് ഏജൻറ്റ് വെച്ചാണ് അതിനെ വൈറ്റ് ആക്കി എടുക്കുന്നത്. മൈദയാണേലും നമ്മൾ ഈ സൂപ്പിനും തിക്കനറായിട്ട് ഉപയോഗിക്കുന്ന കോൺഫ്ലോർ ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെ ബ്ലീച്ച് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് കെമിക്കലാണ് ആഡ് ചെയ്തതിനാണ് ഇതിനെ ഈ വെള്ള നിറമാക്കി എടുക്കുന്നത്. അപ്പോൾ അത് തന്നെ അതിനകത്ത് പിന്നെ ഒരു ഇതെല്ലാം കൂടെ കൂടി അലോക്സാൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ അതിനകത്ത് വരുന്നുണ്ട്. ഈ അലോക്സാൻ എന്ന് പറഞ്ഞ് ഈ മൈദയിലുള്ള സാധനം, ഈ കെമിക്കലാണ് ഈ ലബോറട്ടറി ആനിമൽസിൽ ഡയബറ്റിസ് ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് ഈ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ഡയബറ്റോജെനിക്കാണ് അലോക്സാൻ. അതും ഈ മൈദയിലുണ്ട്. അപ്പോൾ അതുകൂടാതെ ബെൻസോയിൽ പെറോക്സൈഡ്, സോ മെനി 3-4 ഐറ്റംസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കളർ ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള ഒരു സാധനം വെച്ചാണ് നമ്മളുടെ ഈ എല്ലാ ടേസ്റ്റി ബേക്ക്ഡ് ഐറ്റംസും ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. ഇത് നമുക്ക് ഗുണമല്ല ചെയ്യുന്നത്, ദോഷമാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.